നാദാപുരം പാറക്കടവ് സിറാജുൽ ഹുദ CBSE സ്കൂളിൽ LKG വിദ്യാർത്ഥിനി പീഡനത്തിനിരയായ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിച്ച് കസ്റ്റഡിയിലെടുത്ത ബസ് ക്ലീനറെ പോലീസ് വിട്ടയച്ചു. കണ്ണൂർ സ്വദേശി മുനീറാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്ന വിശദീകരണം വൈകുന്നേരത്തോടെ പോലീസ് വിഴുങ്ങി. കേസ് അട്ടിമറിക്കുന്നതായി ആരോപിച്ച് പെൺകുട്ടിയുടെ രക്ഷിതാക്കളും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് പോലീസ് നിലപാട് മാറ്റി മുനീറിനെ വിട്ടയച്ചത്. വിദ്യാർത്ഥിനി പീഡനത്തിന് ഇരയായ സംഭവത്തിൽ ബസ് ക്ലീനർ മുനീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെയാണ് നാടകീയ സംഭവങ്ങൾക്ക് തുടക്കം. മുനീറാണ് പീഡനം നടത്തിയതെന്നായിരുന്നു പോലീസിന്റെ ആദ്യ വിശദീകരണം. ഇത് സ്ഥാപിക്കാനായുള്ള പോലീസിന്റെ കഥ ഇങ്ങനെയായിരുന്നു. കുട്ടി പീഡനത്തിന് ഇരയായ ദിവസം ബാത്റൂമിന് സമീപത്ത് വെച്ച് മുനീർ പെൺകുട്ടിയെ കാണുന്നു. തുടർന്ന് മിഠായി നൽകി കൂട്ടിക്കൊണ്ടുപോയി. കൊണ്ടുപോയത് പാചകക്കാർ താമസിക്കുന്ന മുറിയിലേക്ക്. പീഡനത്തെ തുടർന്ന് കുട്ടി ബഹളം വെച്ചതോടെ മുനീർ സ്ഥലം വിട്ടു. എന്നാൽ പോലീസിന്റെ ഈ കണ്ടെത്തൽ അംഗീകരിക്കാൻ കുട്ടിയുടെ ബന്ധുക്കൾ തയ്യാറായില്ല. പോലീസും ചില ഉന്നതരും ചേർന്ന് കേസ് അട്ടിമറിക്കുന്നു എന്ന ആക്ഷേപവുമായി ബന്ധുക്കൾ പരസ്യമായി പ്രതികരിച്ചു. പെൺകുട്ടി 3 സീനിയർ വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞ ശേഷം പോലീസ് പ്രചരിപ്പിച്ച കഥയെയും ബന്ധുക്കൾ ചോദ്യം ചെയ്തു. അത് ഉന്നതങ്ങളെ മക്കളായതുകൊണ്ട് അതിനെ തിരുത്തി വേറൊരു രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് പോലീസും അതിലുള്ള എല്ലാ ഉന്നതങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടെ നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും പോലീസിനെതിരെ രംഗത്തെത്തി. നാദാപുരം പോലീസ് സ്റ്റേഷനും റോഡും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. മാനസികാസ്വാസ്ഥ്യമുള്ള ഒരു ബസ് ക്ലീനറെ ഈ കേസിൽപ്പെടുത്തി യഥാർത്ഥത്തിലുള്ള പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. ഉന്നത തലത്തിലുള്ള ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് പോലീസിനെ നേരിടുന്നത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത മുനീറിന്റെ പിതാവും മകൻ നിരപരാധിയാണെന്ന് വിശദീകരിച്ച് രംഗത്തെത്തി. തുടർന്ന് സർവകക്ഷി സംഘവുമായി DYSP ചർച്ച നടത്തി. തെളിവില്ലാത്തതിനാൽ മുനീറിനെ വിട്ടയക്കാമെന്നായിരുന്നു പോലീസ് നിലപാട്. ഇതിൽ ന്യായമായ രീതിയിൽ നിഷ്പക്ഷമായ സത്യസന്ധമായ ഒരു അന്വേഷണം തന്നെയായിരിക്കും ഇതിൽ ഉണ്ടാവുക. അല്ലാതെ രീതിയിലുള്ള കുറേ അഭ്യൂഹങ്ങൾ വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് മേലധികാരികളിൽ നിന്നും മറ്റൊക്കെ നിർദ്ദേശം ലഭിക്കുന്നത്. അങ്ങനെ മാത്രമാണ്. രാവിലെ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയ പീഡനകഥ അതോടെ പോലീസ് വിഴുങ്ങി. നാദാപുരം പീഡനക്കേസിലെ പോലീസ് നിലപാട് ഓരോ ദിവസവും ദുരൂഹത സൃഷ്ടിക്കുന്നതായി മാറുന്നുവെന്ന ആക്ഷേപവും ശക്തമായി. റിപ്പോർട്ടർ, കോഴിക്കോട്.